ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾക്ക് വിജയികളായ മലയാളി ആൾക്കാരുടെ രാവിലെ അല്ലെങ്കിൽ പ്രഭാതം അല്ലെങ്കിൽ അവരുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്നതിനെപ്പറ്റി നോക്കിയാലോ. നമ്മുടെ കേരളത്തിൽ ഒത്തിരി സക്സസ്ഫുള്ളായ ആൾക്കാരുണ്ട്. അവരൊക്കെ ചിലപ്പോൾ നമ്മളെപ്പോലെയൊക്കെ തന്നെ വെറും സാധാരണ ലൈഫ് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ ലൈഫിൻ്റെ ഏതോ ഒരു മൊമെൻറ്റിൽ അവർ സക്സസ്സായി. അവർ ബിസിനസ് ചെയ്തു, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും വിധത്തിൽ സക്സസ്സായി. അതെല്ലാവരും അറിഞ്ഞു. അപ്പോൾ അവർ ആ സക്സസ് ആയതിനു ശേഷം അല്ലെങ്കിൽ ആ സക്സസ്സിലേക്ക് എത്താൻ വേണ്ടി അവരുടെ ലൈഫിനെ ഒന്ന് ചേഞ്ച് ചെയ്തു. അത് പക്ഷേ എല്ലാവരോടും കൊട്ടിഘോഷിച്ചിട്ടല്ലായിരിക്കും ചെയ്തത്. പക്ഷേ അവർ ആ ചേഞ്ചസ് ലൈഫിൽ വരുത്തിയപ്പോൾ അവർ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേർന്നു. അവർ ഫുള്ളായിട്ട് സക്സസ്സായി. അപ്പോൾ നമ്മൾ അവരുടെ സക്സസ്സിനെ മാത്രമേ കാണുന്നുള്ളൂ. അവർ അതിൻ്റെ പുറകിൽ എന്തൊക്കെയാണ് ചെയ്തത് എന്നതിനെപ്പറ്റി ആരും പറഞ്ഞു തരാറില്ല, അല്ലെങ്കിൽ നമുക്ക് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അപ്പോൾ സക്സസ്സായ മലയാളികൾ അല്ലെങ്കിൽ സക്സസ്സായ ആൾക്കാരുടെ സാധാരണ ഡെയിലിയുള്ള ജീവിതത്തിൽ അവർ വരുത്തിയിരിക്കുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ എന്തൊക്കെ ടിപ്സുകളാണ് നമുക്കും അത് ഫോളോ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, അവർ സാധാരണ എഴുന്നേൽക്കുന്നതിനേക്കാൾ കൂടുതൽ നേരത്തെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേൽക്കും. 5 മണി അല്ലെങ്കിൽ 6 മണി ഇതിൻ്റെ ഉള്ളിൽ എഴുന്നേൽക്കുന്ന ഒരു ശീലം ഉണ്ട്. ദിവസവും നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു സമയം, എല്ലാ ജീവജാലങ്ങളും ഉണരുന്നതിന് മുമ്പേ നമ്മൾ ഉണരുന്നു. ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരു സമയം. ആ ഒരു 1 അവർ എഴുന്നേറ്റതിന് ശേഷമുള്ള 1 അവറിൽ നമ്മൾ എന്തെങ്കിലും വിദ്വേഷമോ അല്ലെങ്കിൽ പകയോ അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കത്തില്ല എന്നൊരു തീരുമാനത്തിലെടുത്തിട്ട് പോസിറ്റീവായ കാര്യങ്ങൾ, നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെ നല്ലത് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യങ്ങൾ ഇന്ന് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ മാത്രം ചിന്തിച്ച് നമ്മുടെ ചിന്തകളുമായിട്ട് നമ്മൾ മാത്രമായിട്ടിരിക്കുന്ന ഒരു സമയം സ്പെൻഡ് ചെയ്യുക, രാവിലത്തെ 1 അവർ. രണ്ടാമത്തെ കാര്യം, ധ്യാനം അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു എക്സസൈസ് ഒരു 10 മിനിറ്റ് ചെയ്യുക. അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എല്ലാം ശാന്തവും ഏകാഗ്രവുമാക്കാൻ സഹായിക്കും. അത് ഒരു 1 2 അല്ലെങ്കിൽ ഒരാഴ്ചയോ നമ്മളെ തന്നെ നിർബന്ധിച്ച് ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹാബിറ്റാവും. അതൊരു 10 മിനിറ്റ് ഏറ്റവും കുറഞ്ഞതെങ്കിലും നമ്മൾ അതിനു വേണ്ടി ചിലവഴിക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മൾ രാവിലെ തന്നെ കുറച്ച് സമയം ജേർണലിംഗ് അല്ലെങ്കിൽ നന്ദി പറയാൻ വേണ്ടി അല്ലെങ്കിൽ എഴുതാൻ വേണ്ടി മാറ്റിവെക്കണം. ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ഡയറി ഉണ്ടായിരിക്കുക. അതിൽ എന്തൊക്കെ കാര്യത്തിനാണ് ഞാനിന്ന് നന്ദിയുള്ളത് ഇന്നത്തെ ദിവസം, അത് ഒരു 2 3 കാര്യങ്ങൾ ദിവസവും എഴുതുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക. പിന്നെ വായിക്കണം. പിന്നെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ സമയം നമ്മുടെ മുന്നിൽ വരും. നമ്മൾ അനാവശ്യമായി ചിലവഴിച്ച് കളയാതെ എന്നും എന്തെങ്കിലും ഒരു ബുക്ക്, മോട്ടിവേഷണൽ ബുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ 1 2 പേജുകൾ എല്ലാ ദിവസവും നമ്മുടെ ആത്മാവിൻ്റെ വികസനത്തിനോ അല്ലെങ്കിൽ വിജയത്തെ സംബന്ധിക്കുന്നതോ ആത്മീയത സംബന്ധിച്ചോ റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബുക്ക് നമ്മൾ വായിക്കണം. മീൻസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ, നമ്മുടെ ആത്മാവിന് സന്തോഷം വരുന്ന രീതിയിൽ വായിക്കുന്ന ഒരു ശീലത്തിലേക്ക് മാറുക. പിന്നെ പറഞ്ഞ പോലെ ലഘുവായിട്ടുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്തിട്ട് നടക്കാൻ പോവാം, യോഗ ചെയ്യാം, സ്ട്രെച്ചിങ് ഒക്കെ ചെയ്ത് നമ്മുടെ മനസ്സിനെ ഇതാക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബോഡീനെയും ഒന്നും ഓക്കെ ആക്കിയെടുക്കുക. പിന്നെ നമ്മൾ അന്നത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അതായത് ടു ഡു ലിസ്റ്റ് പ്രിപ്പറേഷൻ. അതായത് നമ്മുടെ ലൈഫ് ഒരു സക്സസ്സിലേക്ക് വേണമെങ്കിൽ നമ്മളൊരു പ്രിപ്പറേഷൻ, നമ്മുടെ ലൈഫ് പൂർണ്ണമായിട്ട് നമ്മൾ ചേഞ്ച് ആക്കുകയാണ്, ഒരു ഓർഡറിലേക്ക് വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ടു ഡു ലിസ്റ്റ് റെഡിയാക്കി വെക്കുക. അതുവരെ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നതിനെ പറ്റിയുള്ള 3 4 കാര്യങ്ങൾ പറഞ്ഞ് കറക്റ്റായിട്ട് ഞാൻ ഇന്നത് ചെയ്ത് തീർക്കും എന്നുള്ളൊരു ഇതിൽ എഴുതി വെക്കുക. അതുപോലെ തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ തന്നെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് നമ്മളോട് തന്നെ പറയണം, ഞാൻ ശക്തയാണ്, ഞാൻ ഇന്ന് വിജയിക്കും, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും, അതിനുള്ള കഴിവും കപ്പാസിറ്റിയും എനിക്കുണ്ട് എന്ന് നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുക. അതായത് നമ്മൾ ആത്മവിശ്വാസമുള്ള വ്യക്തിയാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ കണ്ണാടി നോക്കി നമ്മളോട് തന്നെ സംസാരിച്ചാൽ മതി. നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള ഫിയർ പോലും നമുക്ക് മാറിക്കിട്ടും. എന്നുവെച്ചാൽ നമ്മൾ ഒരിക്കലും കണ്ണാടി നോക്കി സംസാരിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കും. അപ്പം നമ്മുടെ ആ കോൺഫിഡൻസ് ലെവലുണ്ടല്ലോ ഉയർന്നു വരും. ഞാൻ പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ ശക്തനാണ്. അങ്ങനെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ
പറയാം. ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ 3 മിനിറ്റോ എപ്പോഴാണ് നമുക്ക് ആ കണ്ണാടിയുടെ മുന്നിലൊന്ന് നിൽക്കാൻ അവസരം കിട്ടുന്നത് അത് നമ്മൾ യൂസ് ചെയ്യുക. അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെക്കുറിച്ച് കൂടുതൽ ഇനിയും ഞാൻ വളരാൻ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും സംയമനം പാലിക്കേണ്ടതുണ്ടോ, എൻ്റെ ലക്ഷ്യം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് തന്നെ ചിന്തിക്കാനും അതിനുള്ള ഐഡിയകൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉരുത്തിരിഞ്ഞ് വരാനുമുള്ള നല്ല ഒരു സമയമാണ് ഈ ഏർലി മോർണിംഗിൽ വേക്കപ്പ് ചെയ്യുക എന്നുള്ളത്. അത്രയും കാം ആൻഡ് കൂളായിട്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ ചിന്തകളുമായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് പ്രപഞ്ചശക്തി, നമുക്ക് പുതിയ പുതിയ ഐഡിയകളൊക്കെ നമുക്ക് തന്നെ നമ്മുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ മനസ്സിനെ പരിപോഷിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തെയും നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം നമ്മൾ വെറുതെ ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്ലാസ് വെള്ളം, വെറും സാധാരണ വെള്ളം രാവിലെ കുടിക്കുക. അത് നമ്മുടെ ബോഡീനെ മുഴുവൻ ഡീറ്റോക്സ് ചെയ്ത് നല്ല ക്ലീൻ ആക്കാൻ സഹായിക്കും. നമ്മൾ ആ രാവിലെ എഴുന്നേറ്റ് തന്നെ ചായ കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് പിന്നെയും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ക്ലിയർ വാട്ടർ കുടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലുള്ള മാലിന്യങ്ങളെല്ലാം ശുദ്ധമാകാൻ വേണ്ടി നമ്മൾ ബോഡീനെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ മനസ്സിന് വേണ്ടി നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ബോഡിക്ക് വേണ്ടി രാവിലെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. പിന്നെ നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഴുന്നേറ്റ് കഴിഞ്ഞുള്ള ആദ്യത്തെ 1 അവർ ഒരു കാരണവശാലും ഞാൻ ഫോൺ നോക്കത്തില്ല, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കേൾക്കുമ്പോൾ നോക്കത്തില്ല. ആ 1 അവർ നമ്മൾ നമ്മുടെ ചിന്തകൾക്ക് വേണ്ടി, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക. ആർക്കും ആ ടൈം കൊടുക്കേണ്ടതില്ല. ഈവൻ ഫോൺ പോലും നമ്മൾ ഉപയോഗിക്കത്തില്ല എന്നൊരു സെറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ എത്ര സ്ട്രോങ് ആണ് എന്നതിനെ ഡിപ്പെൻഡ് ആയിട്ടിരിക്കും നമുക്ക് എത്ര മണിക്കൂറുകളോളം അത് നോക്കാതിരിക്കാൻ പറ്റുക എന്നുള്ളത്. പകരം നമ്മൾ ആ സമയം നമ്മുടെ മനസ്സുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. വലിയ ലക്ഷ്യങ്ങൾ മോർണിംഗ് എഴുന്നേറ്റിട്ട് നമ്മൾ ആ ശാന്തമായിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ എന്താണ് ലക്ഷ്യം, ആ വലിയ ലക്ഷ്യത്തെപ്പറ്റി പ്ലാൻ ചെയ്യണം. ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ദിശ. ഓരോ ദിവസവും ഞാനിങ്ങനെ ചിന്തിക്കണം, എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിലാണോ ഞാൻ പോകുന്നത്, ഇന്ന് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ചിന്തകളിലൂടെ നമ്മൾ അതിനെക്കുറിച്ച് അവലോകനം ചെയ്യണം. പിന്നെ ദിവസവും നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ചിന്തകളെ പോലും ഒന്ന് ക്ലീൻ ചെയ്യാൻ ഓരോ ദിവസവും. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഇന്ന് എൻ്റെ ഓഫീസ് അല്ലെങ്കിൽ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. നല്ല സാധാരണ ക്ലീനിങ് അല്ല, നല്ല ഡീപ്പ് ക്ലീൻ ചെയ്തേക്കാം. അല്ലെങ്കിൽ എൻ്റെ ബെഡ്റൂം ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തേക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണം. ഒരു ഓർഡർ വരിക, നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നതിന് പകരം നമ്മുടെ ചിന്തകളെ പോലും നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ദിവസം ഞാൻ നെഗറ്റീവ് ചിന്തകളൊന്നും ഉണ്ടാവില്ല, എനിക്ക് പോസിറ്റീവ് ചിന്തകളും പോസിറ്റീവ് വൈബ് മാത്രമായിരിക്കും. എന്നെ കാണുന്നവർക്കൊക്കെ അത് ഫീൽ ചെയ്യണം, ആ രീതിയിലാണ് ഞാൻ ഇന്ന് പോകുന്നത്. അങ്ങനെ ഒരു നമ്മളോട് തന്നെ ഓരോ കമ്മിറ്റ്മെൻറ്റ് ഓരോ ദിവസവും നമ്മൾ കൊടുക്കുക. മനസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ തന്നെ ഹെൽത്തി ഫുഡ് കഴിക്കണം ശരീരത്തിന് വേണ്ടിയിട്ട്. ഹെൽത്തി ഫുഡ് എന്നുള്ളത് കൊണ്ട് നമ്മൾ രാവിലെ വാരി വലിച്ച് കുറേ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ അരിയാഹാരങ്ങൾ അങ്ങനത്തെ ഒന്നും കഴിക്കുന്നതല്ല. ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫാസ്റ്റിങ്ങിന് ശേഷം മോർണിംഗിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കണമെന്നല്ല, നമ്മൾ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ്, ഓട്സ്, അങ്ങനെ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മാർഗം. നമ്മൾ ശരിക്കും മലയാളികളുടെ ബ്രേക്ക്ഫാസ്റ്റ് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കലോറിയുള്ള ഫുഡുകളാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ കഴിക്കുന്ന മിക്ക സാധനങ്ങളും അരിയാഹാരം തന്നെയല്ലേ, വേറെ വേറെ ഫോമിലാണെങ്കിലും നമ്മൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അരിയാഹാരമായിരിക്കും. നമ്മൾ ഉച്ചയ്ക്കും അരിയാഹാരമാണ് കഴിക്കുന്നത്, മോർണിംഗിൽ അതിൻ്റെ ഷേപ്പ് മാത്രം മാറിയിട്ട് നമ്മൾ അരിയാഹാരമായിരിക്കും കൂടുതലും കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. നമ്മൾ അറിയാതെ ഒരു കടയിലെങ്കിലും കയറിയാൽ നമ്മൾ എന്തോ ഒരു ഫുഡാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ലഞ്ച് കഴിക്കുന്നതിനേക്കാളും ലാവിഷായിട്ടായിരിക്കും നമ്മൾ മലയാളികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പം നമ്മൾ ഹെൽത്തിയാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഡിസിപ്ലിനാണ് ലൈഫിൽ, ഞാൻ കുറച്ചുകൂടെ ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അളവ് കുറയ്ക്കുക. അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അളവ് കുറയ്ക്കുക. പക്ഷേ ലഞ്ച് നമുക്ക് നല്ലതുപോലെ കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഷുഗറിൻ്റെ അളവിനെ കൂട്ടും. അത് എന്ത് ഫുഡാണെങ്കിലും, അതിപ്പം നമ്മൾ ഓട്സ് കഴിച്ചാൽ പോലും അത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായി നമുക്കങ്ങ് ഫുള്ളായതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ദിവസത്തെ മുഴുവൻ ബാധിക്കും. നമ്മുടെ ഷുഗർ ലെവൽ ഹൈ ആവും, പിന്നെ നമുക്ക് ഉറക്കം വരും, പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പിന്നീട് പോകുന്ന ആ മണിക്കൂറുകൾ അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ മുഴുവൻ ടൈമിനെയും
ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഷുഗർ ഹൈ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുക എന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഷുഗർ ലെവൽ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഉള്ള ഹാഫ് വയറ്, പകുതി വയറ് മാത്രം ഫുള്ളാവുന്ന രീതിയിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം ഹെൽത്തി ആവാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി കഴിക്കേണ്ടത്. പിന്നെ നമ്മൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് ആരാണെങ്കിലും നമ്മൾ റെഡി ആവുമ്പോൾ നമ്മളൊന്ന് കണ്ണാടിയിൽ നോക്കുമല്ലോ. നമ്മൾ ഗെറ്റ് റെഡി ആകുമ്പോഴത്തേക്ക് കണ്ണാടി നോക്കുമ്പം നമ്മൾ നമ്മുടെ തന്നെ കണ്ണിൽ നോക്കി നമ്മൾ ഒരു മിനിറ്റ് സംസാരിക്കണം. ഞാൻ ഈ ലോകത്തിൽ വന്നത് എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, ഞാൻ നല്ല മൂല്യമുള്ള വ്യക്തിയാണ്, ഞാൻ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ദിനം പ്രതി ഞാൻ കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണ്, എൻ്റെ കോൺഫിഡൻസ് ആണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ നമ്മുടെ കണ്ണിൽ നോക്കി കണ്ണാടിയിൽ നോക്കി സംസാരിക്കാൻ തുടങ്ങണം. അപ്പോൾ തന്നെ നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ തോത് ഉയരും. അത് നമ്മൾ മറ്റുള്ളവരെ കമ്പാരിസൺ ചെയ്യാൻ പോകാതെ നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ എല്ലാ രീതിയിലും നമ്മൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എല്ലാം ഒരു കോൺഫിഡൻസ് ലെവൽ ഉയർത്താൻ വേണ്ടി അത് സഹായിക്കും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഇന്ന് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കണം എന്നൊരു ഗുണം അല്ലെങ്കിൽ എന്നൊരു ടിപ്പ് നമ്മൾ ഓർത്ത് വെക്കുക. ഇന്നത്തെ ദിവസം ഒരു ന്യൂ ഡേ ആണ്, ഇന്ന് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിച്ചിട്ടേ ഇന്നത്തെ ദിവസം ഞാൻ ഉറങ്ങാൻ പോകുകയുള്ളൂ, ചെറുതാണെങ്കിലും മതി. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വെക്കുക, അങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ദിവസം തുടങ്ങുന്നത് പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ. അപ്പം അത് നല്ല ഒരു കുറച്ച് സമയം, കുറഞ്ഞത് ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റണം. അത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ആത്മാവിന് വേണ്ടിയിട്ട് ഉള്ളൊരു ആത്മാവിനോട് നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആവാനും നമ്മളെ സ്നേഹിക്കുന്നതിനും ഒക്കെ നമുക്കൊരു പ്രാർത്ഥനയിൽ ഒരു ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥന എന്തായാലും മുടക്കരുത്. ഏത് മതത്തിലായിക്കോട്ടെ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കുക. നമ്മൾ ദിവസവും എഴുന്നേറ്റ് വരുന്ന ആദ്യത്തെ 1 മണിക്കൂറുണ്ടല്ലോ, അത് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, ആ 1 മണിക്കൂറിനെ നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് പൂർണ്ണമായിട്ട് മാറ്റാൻ നമുക്ക് പറ്റും. ആ 1 മണിക്കൂർ നമ്മൾ കുറച്ച് പോസിറ്റീവായുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടി മാത്രമുള്ള ചില കാര്യങ്ങളെ സെറ്റ് ചെയ്യാൻ മറ്റുള്ളവർ എല്ലാവരെയും വിട്ടേക്കും. ആ പേഴ്സണലായിട്ടുള്ള ആ 1 അവർ നമ്മുടെ ലൈഫിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന അതിൻ്റെ താക്കോലാണ് ആ 1 അവർ. അതിനെ നല്ലപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സക്സസ് ആയി. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നലത്തെ അതായത് പ്രീവിയസ് ഡേയ്സിലെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്തത് അതിനേക്കാളും ഇന്നത്തെ ദിവസം എനിക്ക് എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും, ഇന്നലെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ അതൊക്കെ തിരുത്തി ഇന്നൊരു ബെസ്റ്റ് ഡേ ആക്കാൻ വേണ്ടി എന്തൊക്കെ ടിപ്സുകൾ ഞാൻ ചെയ്യണം എന്നതിനെ പറ്റിയൊരു പ്ലാനിങ് 1 or 2 മിനിറ്റ് കൊണ്ട് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമുക്ക് ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുടെ ഓരോ കണ്ണടച്ച് കുറച്ച് മിനിറ്റുകൾ ഇരുന്നിട്ട് നിങ്ങൾ ഇന്നത്തെ കൈവരിച്ച് ഇന്നൊക്കെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അത് ചെയ്തു കഴിഞ്ഞാൽ എത്ര ഹാപ്പി ആവും ഞാൻ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. നീ ഓഫീസിൽ പോകുന്ന വ്യക്തിയാണ്, കോളേജിൽ പോകുന്ന വ്യക്തിയാണ്, സ്കൂളിൽ പോകുന്ന വ്യക്തിയാണ്. അപ്പം നമ്മൾ ഇന്നെന്താണ് ചെയ്യുന്നത്, ഇന്നിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്ര ഹാപ്പി ആയിരിക്കും ഞാൻ എന്നതിനെ പറ്റി നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യണം. ഇനിയിപ്പോൾ ഓഫീസിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങൊക്കെ ഉണ്ട്, ആ മീറ്റിങ്ങൊക്കെ കഴിയുമ്പോൾ എല്ലാവരും നമ്മളെ അഭിനന്ദിക്കുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗോൾ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇന്ന് പരീക്ഷയുണ്ട് അതിൽ ഞാൻ നല്ലപോലെ സ്കോർ ചെയ്യാൻ വേണ്ടി പഠിച്ച് റെഡിയായി പരീക്ഷ മാർക്ക് വാങ്ങി എന്നെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷ്വലൈസേഷൻ നമ്മൾ ചെയ്യണം ആ ഒരു ദിവസത്തെ പറ്റി. പിന്നെ ദിവസം രാവിലെയോ അല്ലെങ്കിൽ ദിവസവും നമ്മൾ 5 മിനിറ്റ് നേരമെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള മോട്ടിവേഷണൽ ബുക്സോ വീഡിയോസോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സക്സസ് സ്റ്റോറീസോ അല്ലെങ്കിൽ ലൈഫ് കോച്ചുമാരുടെ സംസാരങ്ങളോ ഒക്കെ മീൻസ് നമ്മുടെ മൈൻഡിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും വേണ്ടിയിട്ട് അതിനൊരു 10-15 മിനിറ്റ്സ് ഡെയിലി നമ്മൾ കൊടുക്കണം. നമ്മൾ ഫുൾ ടൈം നമ്മുടെ ബിസിനസ് ഓഫീസ് കാര്യങ്ങളുമായിട്ടിരിക്കാതെ നമ്മുടെ മൈൻഡിന് വേണ്ടിയിട്ട് കേൾക്കാനും അതിനൊന്ന് സമാധാനിപ്പിക്കാനും വേണ്ടിയുള്ള കാര്യങ്ങൾ മറക്കാതെ ചെയ്യണം ദിവസവും. പിന്നെ നിങ്ങൾ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ സമയം നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങുക. അവിടെ നമുക്ക് ചെറിയതായിട്ട് ഏതൊരു മുറ്റം ഉണ്ടാവില്ല, അവിടെ ഇറങ്ങി അവിടുത്തെ ചെടികളെ നോക്കുക അല്ലെങ്കിൽ ചെടികളോട് സംസാരിക്കുക. 2 മിനിറ്റ് അതിലേക്ക് ഒന്ന് ചുറ്റി ആ സൺറൈസും ആ മോർണിംഗിലത്തെ ഒരു വൈബുണ്ടല്ലോ, മീൻസ് എല്ലാം സൈലൻ്റാണ് പക്ഷേ എല്ലാം ഉണർന്നു വരുന്ന ആ ഒരു വെട്ടം വരുന്ന ആ സമയം അതിനെ നമ്മൾ ആസ്വദിക്കുക. ഇതും വരെ അങ്ങനെ ഒരു സമയം കണ്ടിട്ട് പോലും ഇല്ലാത്തവരുണ്ടാകും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും പുതിയൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ മോർണിംഗിൽ ആ പുറത്തെ അന്തരീക്ഷത്തെ ഒന്ന് ആസ്വദിക്കാനും നമ്മുടെ ജീവിതത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയാനും ഒക്കെ ഉള്ള ഒരു അവസരമായിട്ട് അതിനെ ഉപയോഗിക്കുക.
അത് നല്ല സൺലൈറ്റ്, ഫസ്റ്റ് സൺലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടൊന്നും ഇല്ലാതെ എന്നാൽ കുറച്ച് തണുപ്പൊക്കെ ആയിട്ടുള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ്. അതിനെ നമ്മൾ ആസ്വദിക്കണം. എന്നിട്ട് സൂര്യപ്രകാശത്തിൽ വരുന്നു, പിന്നെ നല്ല ഫ്രഷ് എയർ, കാം ആൻഡ് കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിനെ ആ ഒരു ഫുൾ ഡേനെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഒരു വൈബ്രേഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു മൊമെൻറ്റ്സ് ആണ് ആ ഒരു സൺറൈസിൻ്റെ ആ ടൈമിൽ നമ്മൾ പുറത്തിറങ്ങി ആസ്വദിക്കുക എന്നുള്ളത്. പിന്നെ വീട്ടിലാണെങ്കിൽ നമുക്ക് ഇന്നൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഇന്ന് നമ്മുടെ ഫാമിലിയുടെ കൂടെ സന്തോഷമായിട്ടിരിക്കാൻ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈവൻ അത് വലിയ വലിയ സംഭവങ്ങളല്ലെങ്കിൽ ഇന്ന് എൻ്റെ ഫാമിലിയുടെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കാൻ ഞാൻ എന്തൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നങ്ങ് വിചാരിക്കുക. എന്നിട്ട് അതൊരു പ്ലാൻ ഡെയിലി അങ്ങനെ ഒരു കുഞ്ഞു 1-2 നിമിഷങ്ങൾ അല്ലെങ്കിൽ 5-10 നിമിഷങ്ങൾ 5-10 മിനിറ്റ് നമ്മുടെ ഫാമിലിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ടൈം അതിന് വേണ്ടി ഒരു ഫിക്സ്ഡ് ടൈം കൊടുക്കുക, അതൊക്കെ ചെയ്യുക. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി പോവാതെ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും നമ്മുടെ കൂടും. ഇതുവരെ നമ്മളെപ്പോഴും ബിസി ആയിട്ട് നടന്നിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഈ രാവിലെ എഴുന്നേൽക്കുന്നതോടെ നമ്മുടെ ടൈം കൂടുതലാണ്. പിന്നെ ആ മോർണിംഗിലുള്ള ടൈമിലൊക്കെ നമ്മളോട് തന്നെ പറയണം, എനിക്ക് സെൽഫ് ലവ്, ഞാൻ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നു, എൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കേണ്ടത്. എനിക്ക് പോസിറ്റീവായിട്ട് എൻ്റെ ലൈഫിനെ ഞാൻ ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്നതിന് കുറച്ച് സാക്രിഫൈസൊക്കെ ഉണ്ട് എനിക്ക്. അതൊക്കെ ഞാൻ ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതൊന്നും സാക്രിഫൈസ് ആയിട്ട് നമുക്ക് തോന്നത്തില്ല. രാവിലെ 1 മണിക്കൂർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിധത്തിലുള്ള സങ്കടമോ അല്ലെങ്കിൽ വിമർശനങ്ങളോ ഒന്നും പറയാതിരിക്കാൻ നമ്മളും ബോധപൂർവം ട്രൈ ചെയ്യുക. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരു 1 അവറിലേക്ക് നമ്മളങ്ങ് അവോയ്ഡ് ചെയ്യുക. ഈ രാവിലത്തെ ചെറിയ ചെറിയ കുറവുകളൊക്കെ മാറ്റി നമ്മളങ്ങോട്ട് ഇച്ചിരി പെർഫെക്റ്റ് ആയി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം വളരെയേറെ മുന്നോട്ട് പോകും. നമ്മുടെ ലക്ഷ്യങ്ങളിലോട്ടാണ് പിന്നെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ പോകുന്നത്. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് ഓരോ മൊമെൻറ്റും എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ വരും, പ്രൊഡക്റ്റീവ് ആവുകയാണെങ്കിൽ. അതല്ലാതെ നമ്മൾ സാധാരണ പോലെ തോന്നിവാസം എഴുന്നേറ്റ് എങ്ങനെ എല്ലായിടത്തും പിടിച്ച് ചാടി പിടിച്ച് ധൃതി വെച്ച് പോകുന്ന അങ്ങനെയുള്ള ഒരു ലൈഫിൽ ഒരിക്കലും സക്സസ് ആകത്തില്ല. നമ്മൾ സക്സസ് ജീവിതത്തിലാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളൊരു ബിസിനസ് തുടങ്ങി അതങ്ങ് സക്സസ് ആക്കി കളയാം, അങ്ങനെയല്ല. ആദ്യം നമ്മൾ പേഴ്സണലായിട്ട് നമ്മുടെ കാര്യത്തെ ശ്രദ്ധിച്ച് നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ബോഡീനെയും ഒന്ന് ചേഞ്ച് ആക്കിയെടുക്കുക, നമ്മുടെ കൺട്രോളിലാക്കിയെടുക്കുക നമ്മുടെ ചിന്തകളെ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓക്കെ ആക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ മുന്നിലോട്ട് വരും. അതായത് നമ്മൾ പ്രകൃതിയുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റിൽ വരികയാണ് ചെയ്യുന്നത്. നമ്മളെ ഒന്ന് അലൈൻമെൻറ്റിലേക്ക് ആക്കുമ്പോൾ ആ അറ്റാച്ച്മെൻറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളോട് തന്നെ സംസാരിക്കാനുള്ള സമയം ഇങ്ങനെ ഈ ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെയുള്ളൊരു ഹാബിറ്റിലേക്ക് മാറുക. ആ ഹാബിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 1 മന്തൊക്കെ നമുക്ക് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതൊരു ശീലമാക്കി എടുത്തു കഴിയുമ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ സക്സസ് കണ്ടിട്ട് ആൾക്കാർ നമ്മളെ അസൂയയോടെ നോക്കും. നമ്മുടെ ലൈഫിന് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടാക്കുമ്പോൾ അതാരും കാണത്തില്ല. പക്ഷേ സക്സസ് ആകുമ്പോൾ എല്ലാവരും കാണും. പക്ഷേ ആ പ്ലാനും പദ്ധതിയും നമ്മൾ തന്നെ ആരും പുഷ് ചെയ്തില്ലെങ്കിലും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണം.